ഒരു കപ്പ് കാപ്പി എടുത്തേ. ഓ എന്റെ പൊന്നെ മതി, എന്റെ തലവതി, എന്തുമോ അത്ര നല്ല നല്ല കല്യാണാലോചന എനിക്ക് വന്നത്. ഒന്നും പറയാതിരിക്കുന്നുണ്ട്. ആ ബ്രോക്കർ അവരാച്ച ഒറ്റ ഒരുത്തനായി എനിക്കിട്ട് ഈ പണി ചെയ്ത്. ആ പ്ലാത്തോട്ടത്തിൽ തന്നെ, പ്ലാത്തോട്ടത്തിലെ ഏരിയാമാനെ തന്നെ അവളുടെ അപ്പൻ ഇത്ര പ്രാവശ്യം എനിക്ക് ആലോചനകളും കാര്യങ്ങളായിട്ട് വന്നതാണ്. അതെങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിധിച്ചല്ലേ. അതെങ്ങനെ എന്റെ തലേ വിധി, അത്രയും പറഞ്ഞാണ്ടാ മതിയല്ലോ. ഓ ഈ റുമേനിയ ആൾക്കാരി എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇപ്പൊ മിക്കവാറും നമ്മളെ ചവിട്ടി പുറത്താക്കാനുള്ള പരിപാടി എന്നുള്ളൂ. ടി വി ഒന്ന് വെച്ച് നോക്കട്ടെ, ഇനിയിപ്പോ എന്നാ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയാവല്ലോ. ടിവിയിലാണെങ്കിൽ റുമേനിയ ആൾക്കാരിക്കാരെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. യുവമാരെ ചവിട്ടി വെളിയിലാക്കി, അല്ലെങ്കിൽ നമ്മളും വെളിയിലാവും. ഏതായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ഏതായാലും പെട്ടെന്ന് വരാൻ. ആ സൺബറിയിലെ തോമസ് വിളിക്കാതെ കേട്ടോ, ഞാൻ വരുമ്പോഴും തിരിച്ചു വിളിച്ചേക്കാൻ നല്ലോണം പറഞ്ഞു കേട്ടോ. ലിറ്റർ കാണും, വരുമാനം എല്ലാം കുറച്ച് കമ്മിയാ. ഒന്നും സാരമില്ല, പോട്ടെ. ഓണപ്പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് പരിപാടി എങ്ങനെയായിരുന്നു? വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ. എടാ ഇത് നമ്മുടെ ജീവനും വിനോദമാണല്ലോ. പിള്ളേരെ നിങ്ങൾ രാവിലെ എങ്ങോട്ടാ? രാവിലെ ഇത് പതിവോടാ ചേട്ടാ, ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ. അതുകൊണ്ട് അച്ഛനെങ്ങോട്ടാ? ഞാൻ ഈ മാർക്കറ്റ് വരും, കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോകും. നിങ്ങളെങ്ങനെയാ പോരുന്നോ? പച്ചക്കറിയോ? എവിടെ? ഈ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി ഒക്കെ മേടിച്ച് പോരാൻ വേണ്ടി പോകും. നിങ്ങളെങ്ങനെ പോരുന്നോ? നമ്മളറിയാത്ത മാർക്കറ്റ്. ഓ
എന്നാലും ബാ നിങ്ങളെ ബാ നിങ്ങളെ കയറ് വണ്ടിയെ കയറ്. അച്ചായോ ഇത് എവിടെയാ ഈ സ്ഥലം? എവിടെ ഈ വെജിറ്റബിൾ കിട്ടുന്ന സ്ഥലം എവിടെയാ? ഇവിടെ വെജിറ്റബിൾ ഇവിടെ ഒരു വില്ലേജിലാണ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇക്കുവർത്ത് എന്തോ പേരാ, പക്ഷെ അത് ഞാൻ ഓർക്കുന്നത്. ഏതായാലും നിന്നെ അങ്ങോട്ട് കാണിച്ചു തരാം. അച്ചായോ അതെ ഇക്സ്വർത്താ, അല്ലാതെ ഇക്കുവർത്ത് ഒന്നും അറിയാമേ. എവിടെ രാവിലെ വണ്ടി ഓടിച്ചങ്ങ് പോവുക രാവിലെ അല്ലേ? എടാ നമ്മുടെ ടോമിന്റെ കേസ് എന്തായി? അവന്റെ എന്ത് ലൈസൻസ് പോവോ പോയിന്റ് പോവോ ഏണ്ടൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, അതേ കുറിച്ച് വല്ല അറിയാവോ? അവൻ ആ പഴയ ഫോണാണ് കേട്ടോ ഉപയോഗിക്കണേ. പുള്ളി ടെസ്കോലോ അസ്ഥൽ എവിടേക്കാന്ന് അറിയില്ല പോയി പുള്ളിയുടെ ബമ്പർ അങ്ങ് പറഞ്ഞു പോയി. പുള്ളി അങ്ങ് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി, ഫ്രണ്ടിലൊരു സായിപ്പിന്റെ ബാക്കിലോട്ട് ചാത്തി. സായിപ്പ് ഇറങ്ങി വന്ന് അവനെ കുറെ ഇംഗ്ലീഷിൽ ഓർത്തത് ഒന്നും അവന് മനസ്സിലായില്ല. അവസാനം ഇവൻ എന്ത് പറഞ്ഞെന്നറിയോ? സോറി മൈ ബമ്പർ ഈസ് ഡാമേജ് സാർ. അവന് മനസ്സിലായില്ല, സായിപ്പിനും മനസ്സിലായില്ലോ ഒന്നും. ഈ ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ഓർ റിപ്പയർ ഡെയിലി എന്നാണല്ലോ. എടാ ഇതൊരു പുതിയൊരു അറിവാണല്ലേ, ഫിക്സർ റിപ്പയർ ഡെയിലി എന്ന് പറഞ്ഞ. ഓ കഷ്ടകാലത്തിന് എന്റെ പോന്നെ എന്റെയും ഇത് തന്നെയാണല്ലോ. എങ്ങനെയാ നിനക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്ന്? എന്റെ അച്ചായോ അവൾക്ക് നടുവേദനയാന്നേ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഷിഫ്റ്റ് അങ്ങ് ചെയ്യും. അല്ലാതെ കാര്യങ്ങൾ നടക്കണ്ടേ? എന്നെ ബില്ലുകളാന്നേ, ദിവസം പോസ്റ്റ്മാൻ ഓരോ ബില്ലുകൾ കൊണ്ടുവന്നിടും. എടാ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുമ്പോ ആ പെണ്ണിനെ വെറുതെ വിട. കാരണം ആ പെണ്ണിന്റെ വെറുതെ കഴിഞ്ഞാൽ പെണ്ണ് നടുവേനല്ല. നീ ഈ പറഞ്ഞവൾക്ക് അത് മോശമല്ല. നീ ഒന്ന് പോച്ചായ. ഓ എന്റെ അച്ചായ, ഞാനൊരു ലോട്ടറി അങ്ങ് എടുത്തു. ഏതെങ്കിലും ഒന്ന് അടിച്ചാ മതിയായിരുന്നു. ഇപ്പൊക്കെ 2, 3, 4 മില്യൺ അല്ലേ അടിക്കണേ. ഓ അടിച്ച എനിക്ക് ജോലിക്ക് പോകണ്ടല്ലോ അച്ചായ. അച്ചായ ലോട്ടറി എടുക്കാറുണ്ടോ? ഓ ഞാനും എടുക്കുന്നുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ. ലോട്ടറി 2, 3 ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരൊറ്റെണ്ണം കിട്ടുന്നില്ലൊന്നുമില്ല. പലർക്കും അടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ കിട്ടിയാൽ 2, 3 മില്യന് മറ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ബെറിയിൽ ഇറങ്ങിയിട്ട് 2 നടന്നിട്ട് ശരിക്കും വിടും. കാശ് കുറച്ച് പോയാലും പറ്റില്ല. അച്ചായ ലോട്ടറി ഒക്കെ അടിക്കണെങ്കിൽ മനസ്സ് നന്നാവണം അച്ചായ. അല്ല ചായ ഈ കൊന്നും വർക്ക് ചെയ്യത്തില്ലേ? എന്തുകൊണ്ടാ എന്റെ പാട്ടിന് എത്ര മോശമാണോ? എന്റെ അച്ചായന്റെ പാട്ട് മോശമായിട്ടല്ല, ഞാനേ ടോയ്ലറ്റ് പോകാതെ ഞങ്ങൾ കേറി. ശരി എന്റെ ജീവനെ വണ്ടിക്ക് ഇപ്പൊ എന്നാ പറ്റുന്നുള്ള അറിയില്ല. കാരണം വണ്ടി നിന്നു പോയില്ല. എന്നെ പറ്റിയ ചായത് എൻ്റെ ജീമോനെ എനിക്കൊന്നും അറിയില്ല എന്നാ പറ്റുന്നുള്ളു. രാവിലെ വണ്ടി എടുക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പള്ളിയിൽ പോകാനൊക്കെ ഞാൻ എടുത്തതാ രാവിലെ. സാറില്ല ചായ, വിഷമിക്കില്ല. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. വാ. എന്നെ പറ്റിയ ചായ? എൻ്റെ ജീമോൻ ഒന്നും പറയണ്ട. രാവിലെ എടുക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. എന്നെ പറ്റിയെന്ന് ബോണറ്റ് തുറന്നേ. ഞങ്ങളെ ഇവിടെ അച്ചാൻ്റെ കൂടെ വന്ന വഴിയൊന്ന് മറ്റേ എന്റെ അച്ചായ ഇതായി ഫോണെന്ന് പറഞ്ഞ ഫിക്സ് ഓർ റിപ്പയർ ഡെയിലി. ഇപ്പൊ മനസ്സിലായല്ലോ എൻ്റെ പിള്ളേരെ. നിങ്ങൾ രാവിലെ ശവത്തിൽ കുത്താ. നിങ്ങളൊരു കാര്യം നിങ്ങൾ വർത്തമാനം പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കിക്കേ ഇത് എന്നാ പറ്റിയെന്ന്. എൻ്റെ ജീവനൊന്ന് നോക്കിയത്. എന്റെ അച്ചായ ഒരു ഓയിൽ വരുന്നുണ്ടോ? നീ ആ നേരം എടുത്തപ്പോൾ നോക്കിയല്ലേ, ഇതിനകത്ത് ഓയിലല്ലേ കിടക്കണേ. 10-15 ലിറ്റർ ഓയിലോടും കിടക്കണത്. 15 ലിറ്റർ ഓയിൽ ഇതിനകത്ത് ഒഴിക്കുന്നതല്ല, അത് പുറയിൽ ഒഴിക്കുന്ന ഡീസലാണ്. 15 ലിറ്റർ ഇതിനകത്ത് 1 ലിറ്റർ ഓയിൽ ഒഴിച്ചാൽ ആ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പോലെ ഒഴിച്ചില്ലെങ്കിൽ ഇന്നൊക്കെ പോകും. ആ ഓയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഊടും കാര്യങ്ങളും ചെയ്യും. ജീമോനാണ് നാട്ടിലെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് നടന്നാൽ ഇവിടെ വന്ന് കാറ് മേടിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ
കാറ് വേണ്ട, ഇവിടെ കാറില്ലാതെ വല്ല കാര്യങ്ങളും നടക്കുമോ? കാരണം ചില കാറ് പിന്നെ നമുക്ക് അങ്ങ് കൊണ്ടുകൊടുക്കാം, നമ്മുടെ ഒരു ബാലൻസ് അനുസരിച്ച്. നമുക്ക് ഇതിനകത്തരം കാര്യങ്ങളൊന്നും വല്ല അറിഞ്ഞിട്ട കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമുക്കിത് ഇല്ലാതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതും പറയാം, അതിന്റെ അപ്പുറത്തും പറയാം. പണ്ടാരാണ്ട് പറഞ്ഞ നമുക്ക് മുട്ട ഇടണ കോഴിക്കല്ലേ കൊണ്ടുപോയി നമ്പർ അറിയാവുന്ന നമുക്കല്ലേ ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമുക്കറിയാവൂ. അത് കൊള്ളാം. അച്ഛായോ ഇൻഷുറൻസ് ഉണ്ട്? ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. ഇൻഷുറൻസ് ഒരുപാട് പൈസയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നതാ ഒരുപാട് പൈസ അടയ്ക്കുന്നുണ്ട് എല്ലാവർക്കും. എല്ലാ മാസം ഞാൻ ന്യായമായിട്ടൊരു പൈസയാണ് അടക്കേണ്ടത്. 300 രൂപ അടക്കണത്. അച്ഛായ ഇൻഷുറൻസിന്റെ കാര്യമല്ല പറയണേ, ഈ റോഡ് അസിസ്റ്റൻസ് ഉണ്ടോന്നാ ചോദിക്കണേ. അതുണ്ടോ? റോഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ കൂടി 100-300 രൂപ ഒരു മാസം ഞാൻ പൈസ അടച്ചോണ്ടിരിക്കണത്. ഇനി എന്നാ വേറെ എന്നാ? അച്ഛായ പേപ്പർ കൊണ്ടുപോയിരുന്നു നോക്കി. പേപ്പർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ നോക്കി, നിനക്കൊരു കാര്യം, നിനക്ക് നോക്കാവോ പേപ്പറുകളെല്ലാം? എടുത്തിട്ടോ. എന്റെ ജീവനെ ഇന്ന് കുഴഞ്ഞു പോയ. എപ്പോഴായിരുന്നു ജോലി? എന്താ പറയാ, എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഇത് ഈ ശകലത്തേലൊക്കെ കയറി രാവിലെ പച്ചക്കറി മേടിക്കാൻ പോയിരിക്കും. എന്തായാലും നോക്കട്ടെ, എടുത്തിട്ട് വരുന്നുണ്ടല്ലോ. ഈ മോനെ ഇതാണോന്ന് നീ നോക്കിയപ്പോ, ഇതാണോ പോലും? ഇത് തന്നെയാണോ?